ഞാൻ ദിനേശ് പെരുമണ്ണയിലേക്ക് പോകും. ദിനേശ് പെരുമണ്ണ, 195 കോടി രൂപയ്ക്ക് പ്രൈം മിനിസ്റ്റർ PMSY യോജന പ്രകാരം നിർമ്മിച്ച കെട്ടിടത്തിൽ 500ഓളം ബെഡുകളുള്ള, അതിൽ തന്നെ 10ഓളം ICUകളും 19ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളുമുള്ള, വെന്റിലേറ്റർ സംവിധാനമുള്ള അത്യാധുനിക കെട്ടിടത്തിൽ ഇതേപോലെ കാഷ്വാലിറ്റിക്ക് തൊട്ടടുത്ത് MRI സ്കാനിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന 37 ബാറ്ററികൾ ഷോർട്ട് സർക്യൂട്ടിലൂടെ പുകഞ്ഞ് കത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ? അത് ഇത്തരമൊരു സംവിധാനത്തിലുണ്ടാകാൻ പാടുള്ളതാണോ ദിനേശ് പെരുമണ്ണ? തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട്. ഇത്തരം ഒരു സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PMSY കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടു കൂടിയിട്ട് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ കാഷ്വാലിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാണ്. പക്ഷേ ആ സൗകര്യങ്ങളൊക്കെ കെട്ടിടത്തിനകത്തു മാത്രമാണുള്ളത്, കെട്ടിടത്തോട് ചേർന്നാണുള്ളത്. എന്നാൽ ആ സൗകര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് വേണ്ടി അത് കൃത്യമായിട്ട് അത് നിർവഹിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ബന്ധപ്പെട്ട അധികൃതർ പരാജയപ്പെട്ടിരിക്കുന്നു, സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞു. ഇത്തരമൊരു പ്രധാനപ്പെട്ട ആശുപത്രിയുടെ അവിടെ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച് അത് പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനം രൂപപ്പെട്ട് അത് സജ്ജമായി വരുമ്പോൾ, അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉണ്ടോ എന്നൊന്ന് ആലോചിക്കേണ്ടേ? അവിടെ 4 കുറ്റികൾ വെച്ചിട്ട് ഇത് എടുത്തു. ഇപ്പോൾ ഈ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബന്ധു ഗോപാലൻ എന്നവരുടെ ബന്ധു എന്താ പറഞ്ഞത്? അദ്ദേഹമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, ഈ കുറ്റി എടുത്ത് അടിച്ചു പൊട്ടിച്ചു എന്നാണ്. UPS ഉള്ള ബാറ്ററി ഉള്ള ഈ റൂം അടിച്ചു പൊട്ടിച്ചത് ഈ ഒരു കുറ്റി എടുത്തിട്ടാണെന്നാ. എന്നാൽ ഇത് സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാത്തവരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റുപാടിലുമുള്ള ആളാണ്, ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ, അവർക്കിതെന്താണെന്ന് ചെയ്യാൻ പോലും അറിയാത്തവരാണ്. അവർ കൃത്യമായിട്ടും ഇടപെടുന്നു, അതിലേക്ക് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു. ഇവിടെ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നു. പക്ഷേ ചോദിക്കട്ടെ, മെഡിക്കൽ കോളേജിൽ ഇവിടെ പറഞ്ഞല്ലോ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന്. എന്ത് സംവിധാനം ഉള്ളത്? ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉണ്ടോ? ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? KSCB PWD യൂണിറ്റ് ഒന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ PWDയുടെ യൂണിറ്റിലെ ആരെങ്കിലും അവിടെ ഉണ്ടോ? കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? അവിടേക്കായി പ്രത്യേകമുണ്ടോ? അതൊന്നുമില്ല. എന്നിട്ട് അവിടെ HDS വെച്ചിരിക്കുന്ന 1-2 ഈ രംഗത്തുള്ള ആളുകളെ, അവരെ വെച്ചാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഇത്തരമൊരു ആശുപത്രി അനുവദിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. അവിടേക്ക് ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ അടക്കം ഉള്ള ആളുകളെ അവിടെ നിയമിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ പുക മാത്രം വന്നപ്പോഴാണ് ഇത്രയും ആശങ്കയും പരിഭ്രാന്തിയും ഉണ്ടായത്. ആ ബ്ലോക്കിൽ തീ പിടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കാർഡിയാക് യൂണിറ്റും അതുപോലെ തന്നെ യൂറോളജിയുടെയും ഒക്കെ പ്രവർത്തിക്കുന്ന, നെഫ്രോ അടക്കം പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തൊട്ടപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് MCH ഉണ്ട്, തൊട്ടപ്പുറത്ത് മാതൃശിശു സംരക്ഷണ കേന്ദ്രം IMCH പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ആശങ്കയിലാണ്. ഇതിനാവശ്യമായിട്ടുള്ള എന്ത് സേഫ്റ്റിയാണ് ഒരുക്കിയിട്ടുള്ളത്? ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം HDS ജീവനക്കാരാണ്. ഞാൻ HDS ജീവനക്കാരുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൂടി പറയുന്നു. അവിടെ ഗവൺമെന്റ് തസ്തികയിൽ വെക്കേണ്ട ഒഴിവുകൾ പോലും നിയമിക്കപ്പെടാതെ HDS വഴി ജീവനക്കാരെ നിയമിക്കുന്നു. ഇപ്പോൾ എംപ്ലോയ്മെന്റ് വഴി ആളുകളെ വെക്കുന്നു, പിരിഞ്ഞു പോകുന്നവരെ വെക്കുന്നു. അവരെയെല്ലാം തന്നെ ഇത്തരം പ്രധാനപ്പെട്ട തലങ്ങളിലേക്ക് വെക്കേണ്ടി വരുമ്പോൾ സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ട്രിക്കൽ PWD വിങ്ങിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ്. എന്നാൽ KSCB എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, ആ KSCB നിലനിൽക്കുന്നത് കോവൂർ എന്ന് പറയുന്ന തൊട്ടടുത്ത. അവർക്ക് ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSCBക്ക് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 27,000-ഓളം വരുന്ന, ഞാൻ അതിലേക്ക് കടന്നു പോയല്ലേ, 27,000-ഓളം വരുന്ന കൺസ്യൂമേഴ്സുള്ള ഒരു KSCB ഡിവിഷനാണ് കോവൂർ ഡിവിഷൻ മെഡിക്കൽ കോളേജിൻ്റെത്.
12,000 കഴിഞ്ഞാൽ പുതിയ ഡിവിഷൻ വേണമെന്ന. എന്നാൽ 27,000 കൺസ്യൂമേഴ്സ് ഉള്ള ഒരു ഡിവിഷന്റെ അതിന്റെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ കീഴിൽ ഉള്ള PWD ഇലക്ട്രിക്കൽ യൂണിറ്റ് അത് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുക മെഡിക്കൽ കോളേജ്. ദിനേശ് നോക്കൂ, നമ്മളൊരു കമ്പനിക്ക് ഒരു UPS ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. 6 മാസം മുമ്പ് ഫിലിപ്സ് എന്ന കമ്പനി തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തതെന്നാണ് അരുൺകുമാർ പറയുന്നത്. 2026 ഒക്ടോബർ വരെയാണ് ഈ വാറണ്ടി കാലാവധി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് കത്തുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുക വയ്യല്ലോ. അപ്പോൾ ഇതൊരു സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണെങ്കിൽ അവിടെ എവിടെയാണ് ഒരു വീഴ്ച സംഭവിച്ചത് എന്നതാണ് ചോദ്യം. അത് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് ഞാൻ കേട്ടു. അരുൺകുമാർ അല്ല, നേരത്തെ മന്ത്രി പ്രിൻസിപ്പൽ ഓഫീസിൽ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഫിലിപ്സിന്റെ പരസ്യ പറയുന്നത്. ഫിലിപ്സിന്റെ 6 മാസത്തെ അവരുടെ വാറണ്ടിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇവിടെ ദൈനംദിന പരിശോധന നടത്താൻ ഫിലിപ്സ് എന്ന് പറയുന്ന കമ്പനി വന്ന് 6 മാസം അവർ അത് പരിശോധിച്ച് സൈൻ ചെയ്ത് കൊടുത്ത് അവിടെ ബന്ധപ്പെട്ടവരെ ഒപ്പിടിയിച്ച് പോകുന്നതല്ലാതെ ദൈനംദിന പരിശോധന ഇത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നടത്താൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ആ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ. ഞാൻ തിരിച്ചു വരാം ദിനേശ്. Debate with Dr. Arun Kumar.